ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് വൈബ്സ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ക്വാലാലംപൂർ എയർപോർട്ടിലാണ്. നമ്മളെ ഡെസ്റ്റിനേഷൻ മലേഷ്യ അല്ല, ഞങ്ങളിപ്പോൾ വിയറ്റ്നാമിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്നാണ് നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് വന്നിട്ടുള്ളത്. ഒരു ചെറിയൊരു ബഡ്ജറ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. ബഡ്ജറ്റിൽ ഒതുങ്ങുമോ എന്നുള്ളതൊക്കെ നമുക്ക് വന്നിട്ട് കാണാം. എന്തായാലും ഒരു അടിപൊളി ട്രിപ്പ് തന്നെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിയറ്റ്നാമിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതുപോലെ തന്നെ എത്ര എക്സ്പെൻസ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഞങ്ങൾക്ക് ടിക്കറ്റിനായത് ഒരു 23,000 അടുത്ത് വന്നിട്ടുണ്ട് ഒരാൾക്ക്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കൂടിയിട്ടാണ് കേട്ടോ. അതായത് ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. നെടുമ്പാശ്ശേരിയിൽ നിന്നും ഹനോയിലേക്കും, വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റലാണ് ഹനോയ്. ഹനോയിൽ നിന്ന് തിരിച്ച് നെടുമ്പാശ്ശേരിയിലേക്കുള്ള ടിക്കറ്റ് റേറ്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ മാക്സിമം നേരത്തെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടതാണ് വിസ. ഇ വിസയാണ് എടുക്കേണ്ടത്. നമുക്കൊരു 10 ദിവസം മുൻപെങ്കിലും ഇ വിസ എടുത്ത് വെക്കണം. അപ്പോൾ വിസയ്ക്ക് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം $25 ആണ്. അതായത് ഒരു 2200 രൂപയുടെ അടുത്തായിട്ട് നമുക്ക് വരും. വിയറ്റ്നാമിൽ നമുക്ക് മെയിനായിട്ട് 3 ഇന്റർനാഷണൽ എയർപോർട്ടുകളുണ്ട്. ആദ്യത്തേത് നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഹാനോയിലാണ്. രണ്ടാമത്തേത് സെൻട്രൽ വിയറ്റ്നാം ദനാങ്ങിലാണ്. പിന്നെ വരുന്നത് നമുക്ക് സൗത്ത് വിയറ്റ്നാം ഹോച്ചിമിൻ സിറ്റി. ഹോച്ചിമിൻ സിറ്റി ഈസ് ദ ബിഗ്ഗസ്റ്റ് സിറ്റി ഇൻ ദ വിയറ്റ്നാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഹനോയ് ഇന്റർനാഷണൽ എയർപോർട്ടിലായിരുന്നു. ഹനോയിൽ നിന്നും നമ്മൾ ദനാങ് സെൻട്രൽ വിയറ്റ്നാം കൂടെ കവർ ചെയ്തു. ഹോച്ചിമിൻ സിറ്റി ഞങ്ങൾ പോയിട്ടില്ല. നമുക്ക് ശരിക്കും ഈ ഒരു 3 സ്ഥലങ്ങൾ കൂടി വർത്ത് വിസിറ്റ് ആണ്. പക്ഷെ കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഡേയ്സ് എടുത്ത് പോകണം. ഞങ്ങൾ 7 ഡേ ട്രിപ്പ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ചുകൂടെ റിലാക്സ് ആയിട്ടാണ് എല്ലാ സ്പേസും കണ്ടിട്ടുള്ളത്. ഓടി പിടിച്ച് ഓരോ സ്ഥലം കണ്ട് അങ്ങനെ ഒരു ഓട്ടപ്പാച്ചിലല്ലായിരുന്നു. കുറച്ചുകൂടി റിലാക്സ് ചെയ്ത് നമ്മൾ ചെന്ന സ്ഥലം മാക്സിമം എൻജോയ് ചെയ്ത് കവർ ചെയ്ത് വന്നു എന്നുള്ളതാണ്. എല്ലാ സ്ഥലങ്ങളും കൂടി നമ്മൾ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. വളരെ സെലക്റ്റീവ് ആയിട്ട് വളരെയധികം ചൂസ് ചെയ്ത് എടുത്ത കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഞങ്ങൾ പോയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഓരോ സ്ഥലത്തേക്ക് പോകുന്നെങ്കിൽ, ഇപ്പൊ നമ്മൾ സൗത്ത് വിയറ്റ്നാമിൽ നിന്ന് നമുക്ക് സെൻട്രൽ വിയറ്റ്നാമിലേക്ക് പോകണമെങ്കിലൊക്കെ നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് എടുക്കാവുന്നതാണ്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന് നമുക്ക് ഒരു 5K ബിലോ, അതായത് ഒരു 5000 രൂപയുടെ താഴേക്കാണ് വരുന്നത്. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ദിവസത്തിനനുസരിച്ച് എടുക്കും. ചില ദിവസങ്ങളിൽ നമുക്ക് 3000 രൂപയുടെ അടുത്തൊക്കെ ആയിട്ട് കിട്ടും. ചിലപ്പോൾ അത് 5000 ആവും, ചിലപ്പോൾ അതിന്റെ മേലെ പോകും. ആ ഒരു റേഞ്ചിലാണ്, എന്തായാലും 3000-5000 റേഞ്ചിലാണ് ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ വന്നിറങ്ങുന്ന എയർപോർട്ടിൽ നിന്ന് തന്നെ റിട്ടേൺ നമ്മൾ ബുക്ക് ചെയ്യാതിരിക്കുക. കാരണം നമ്മളിപ്പോൾ ഹനോയിലാണ് വന്നിറങ്ങുന്നത്, നമുക്ക് ദനാങ് കൂടി കവർ ചെയ്യണമെങ്കിൽ തിരിച്ചുള്ള റിട്ടേൺ, നാട്ടിലേക്ക് റിട്ടേൺ ഫ്ലൈറ്റ് നമ്മൾ ദനാങ്ങിന്ന് എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഹനോയിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുള്ളൊരു ഫ്ലൈറ്റ് ചാർജും കൂടി നമുക്ക് എക്സ്ട്രാ വരും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഹോച്ചിമിൻ സിറ്റി ആണെങ്കിൽ അവിടുന്ന് നമുക്ക് എടുക്കാം. അപ്പം നമ്മൾ അവിടെ ഇറങ്ങി ഉടനെ ആദ്യം ചെയ്യേണ്ടത് സിം എടുക്കുക എന്നുള്ളതാണ്. സിമ്മിന് നമുക്കൊരു ബിലോ 1000, ചിലപ്പോൾ നമുക്കൊരു 500 റുപ്പീസിനൊക്കെ തന്നെ കിട്ടും. എയർപോർട്ടിൽ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുക, വിയറ്റ്നാമീസ് ഡോങ്ങിലേക്ക് നമ്മുടെ കയ്യിലുള്ള കറൻസി മാറ്റുക എന്നുള്ളതും കൂടിയാണ്. പിന്നെ ഞങ്ങളൊരു ബഡ്ജറ്റ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അല്ല ചൂസ് ചെയ്തത്. ഫ്ലൈറ്റിന് പകരം ഞങ്ങൾ ബസ്സാണ് ചൂസ് ചെയ്തത്. ബസ് നമുക്കൊരു ഓവർനൈറ്റ്, അതായത് രാത്രി കയറിയാൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന രീതിയിൽ ബസ് സർവീസ് ആണ് ചൂസ് ചെയ്തത്. ബസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന ബസ്സിനനുസരിച്ചിരിക്കും നമ്മൾ യാത്ര. ബസ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ പറയാം. അപ്പോൾ ടിക്കറ്റിനെ കുറിച്ച് പറഞ്ഞു, വിസയെ കുറിച്ച് പറഞ്ഞു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിയറ്റ്നാമിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുൻപ് നിങ്ങൾ അറിയേണ്ട കാര്യം, നമ്മുടെ മൊബൈലിൽ നമ്മളെപ്പോഴും ഗ്രാബ് എന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഗ്രാബ് നമ്മൾ നാട്ടിൽ ഊബർ ഓലയൊക്കെ പോലെ തന്നെയാണ്. അവിടെ അവർ ഗ്രാബ് എന്നുള്ള ഒരു ആപ്പാണ് കാർ വെഹിക്കിൾ സർവീസിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാബ് വിളിച്ച് നമ്മൾ സാധാ ഊബർ പോലെ തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അതിൽ സൈൻ ഇൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്താൽ നമ്മൾ ഡ്രൈവേഴ്സ് വന്ന് പിക്ക് ചെയ്യും. പിന്നെ അത്യാവശ്യം വേണ്ടത് ഓഫ്ലൈൻ ആയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം വിയറ്റ്നാമിൽ അധിക പേർക്കും നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവിടെയുള്ള ബോർഡുകൾ പോലും ഇംഗ്ലീഷിലാവില്ല, അവരുടെ ലാംഗ്വേജിലാണ്. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആവും, പക്ഷെ പ്രത്യേകം അവരുടെ ലാംഗ്വേജിലാണ് അത് വരുന്നത്. അവർക്ക് കൂടുതൽ ബോർഡുകളും അങ്ങനെയാണ്. വളരെ കുറച്ച് ബോർഡുകൾ മാത്രമേ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ ആളുകൾക്കും ഇംഗ്ലീഷ് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റർ കാണിച്ചു കൊടുത്തിട്ടാണ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഗ്രാബിൻ്റെ ആപ്പും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററും അതിൽ വിയറ്റ്നാമീസ് ലാംഗ്വേജും ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നാട്ടിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് പാക്കേജസ് ഒന്നും എടുത്തിട്ടില്ല. കാരണം നമ്മൾ പാക്കേജ് വഴി വരുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്. കുറച്ചും കൂടി കംഫർട്ടാണ് പാക്കേജ് വഴി വന്നാൽ നമ്മളൊന്നും അറിയേണ്ടതില്ല, നമ്മളിങ്ങനെ അവർ പറയുന്ന വഴിക്ക് അങ്ങനെ പോയാൽ മതി. പക്ഷെ എനിക്ക് തോന്നുന്നു യാത്രയുടെ ഒരു അഡ്വഞ്ചറൊക്കെ നമ്മൾ അറിയണമെങ്കിൽ അങ്ങനെ പാക്കേജ് ഒന്നും ഇല്ലാണ്ട് നമ്മളായിട്ട് സ്വയം അന്വേഷിച്ചറിഞ്ഞ് പോരുക എന്നുള്ളതാണ്. എന്തായാലും ഞങ്ങൾ അങ്ങനെ നാട്ടിൽ നിന്ന് പാക്കേജ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഓൺലൈനായിട്ട് ഞങ്ങൾ ആദ്യം ഹനോയിൽ ചെന്നിറങ്ങിയാൽ നമുക്ക് പോവേണ്ട ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോട്ടലല്ല, ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റിയാണ്. ഹോസ്റ്റൽ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ചിലപ്പോൾ എയർപോർട്ടിൽ അവർ നമ്മൾ അവിടെ എത്തി സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കും. ഞങ്ങൾ മുൻകൂട്ടി ഓൺലൈനായിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു booking.com വഴി. അപ്പോൾ അത് നമ്മൾ ബുക്ക് ചെയ്ത ടൈമിൽ അവിടുത്തെ ഒരാൾ നമ്മളെ കോൺടാക്ട് ചെയ്തു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അയാളുമായിട്ടാണ്, നമ്മൾ വിയറ്റ്നാമീസുകാരൻ തന്നെയാണ്, അപ്പോൾ അയാളുമായിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മിസ്റ്റർ ടോണി. അപ്പോൾ ടോണിയാണ് പിന്നീട് ഞങ്ങളുടെ വഴികാട്ടിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഹനോയിലെ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ടോണി നമുക്ക് വണ്ടി അയച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഗ്രാബ് വിളിച്ച് പോകാനുള്ളതേ ഉള്ളൂ. പക്ഷേ ടോണി ആസ് പാർട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി ഞങ്ങൾക്ക് ഓൾറെഡി വണ്ടി അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ വണ്ടിയിൽ ഈ ഒരു ഹോസ്റ്റലിലേക്ക്, ഓൾഡ് ക്വാർട്ടറിലുള്ള ഹനോയിലെ ഒരു ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ് ആണ് കേട്ടോ ഓൾഡ് ക്വാർട്ടർ എന്ന് പറയുന്നത്. ഈ ഓൾഡ് ക്വാർട്ടറിലുള്ള സ്ട്രീറ്റിലെ ഒരു ഹോസ്റ്റലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോസ്റ്റലിൻ്റെ പേര് വൈബ്സ് ഹോസ്റ്റൽ എന്നാണ്. അപ്പോൾ അവിടെ പെർ ഹെഡാണ് പേയ്മെൻറ്റ് വന്നിട്ടുള്ളത്. പെർ ഹെഡ് എനിക്ക് തോന്നുന്നു ഒരാൾക്ക് ഒരു 400 റേഞ്ചൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുള്ളൂ. ഞങ്ങൾ ഡിവൈഡ് ചെയ്തപ്പോൾ ഒരാൾക്ക് 400 രൂപയൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. വിയറ്റ്നാമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കാലാവസ്ഥ എപ്പോൾ മാറും എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ വിയറ്റ്നാമിനെ കുറിച്ച് നന്നായി പഠിച്ചിട്ടാണ് പോയത്. അധികം പേരും പറഞ്ഞു അവിടെ കാലാവസ്ഥ പെട്ടെന്ന് മാറും, പെട്ടെന്ന് മഴയാവും, പെട്ടെന്ന് വെയിലാവും എന്നുള്ളതൊക്കെ. അതുകൊണ്ട് നാട്ടിൽ നിന്ന് പോയപ്പോൾ നമ്മൾ റെയിൻകോട്ടൊക്കെ കരുതിയിട്ടാണ് പോയിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ എത്തിയിട്ട് റെയിൻകോട്ട് വാങ്ങാം എന്നൊക്കെയുള്ള പ്ലാനിലായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഹോസ്റ്റലിലുള്ള ആളുകൾ നമ്മളെ നന്നായിട്ട് തന്നെ വെൽക്കം ചെയ്തു. നമ്മളെ പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ അവർ എടുത്തു വെച്ചു. അതിനുശേഷം അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉള്ളതുകൊണ്ട് ഇറ്റ് വാസ് ഈസി. അപ്പോൾ അങ്ങനെ നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോയി. റൂം ഇങ്ങനെ 10 ബെഡുള്ളതാണ്, മിക്സഡ് ആണ്. പക്ഷെ ഞങ്ങൾ ചെന്ന ടൈമിൽ അവിടെ വേറെ ആരും ഇല്ലായിരുന്നു. ഇതിൻ്റെ മേലൊരു നിലയും കൂടെ ഉണ്ട് ഇതുപോലെ തന്നെ. അപ്പം ബാക്കി ആളുകളൊക്കെ അവിടെയായിരുന്നു. ഈ ഒരു ഫ്ലോറിൽ വേറെ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 7 പേർക്കും ആ ഒരു ബാക്കി 3 ബെഡ് അവിടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു. ഹലോ, അപ്പോൾ ഹനോയിലെ നമ്മളെ ഫസ്റ്റ് ഡേ അല്ല, സോറി, ഫസ്റ്റ് നൈറ്റ് ആണ്, രാത്രിയായിട്ടുണ്ട്. നമ്മൾ റൂം എടുത്ത സ്ഥലം അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു സ്ട്രീറ്റാണ്. നമ്മൾ താഴ്ന്ന് കാണുമ്പോൾ ചെറിയൊരു സെറ്റപ്പാണ്, പക്ഷെ റൂമൊക്കെ നല്ല സൗകര്യമാണ്. റൂമല്ല, ഒരു ഡോം പോലെയാണ്, ഹോസ്റ്റലാണ്. നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നൈറ്റ് വാക്കിനൊക്കെ ഇറങ്ങാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ല കുറേ ടൂറിസ്റ്റുകൾ തന്നെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് സ്ട്രീറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട്, അപ്പോൾ എന്തായാലും ബാഗൊക്കെ വെച്ച് ഒന്ന് ഫ്രഷായി ചെന്ന ഉടനെ തന്നെ അവരൊരു വെൽക്കം ഡ്രിങ്ക് തന്നു കേട്ടോ. ഒരു ജാസ്മിൻ ടീ പോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ഫ്ലേവറാണ് അതിനുണ്ടായിരുന്നത്. എന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല. ഓൾഡ് ക്വാർട്ടറിൻ്റെ സെൻട്രൽ തന്നെയാണ് ഈ ഹോസ്റ്റൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് സ്ട്രീറ്റിലേക്ക് ഇറങ്ങാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നേരെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. പുതിയൊരു രാജ്യം, പുതിയ ആളുകൾ, പുതിയ വഴികൾ, പുതിയ ഭക്ഷണങ്ങൾ, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ഉദ്ദേശം. അപ്പം ഞങ്ങൾ വിയറ്റ്നാമിൻ്റെ ഹോൾ ക്വാർട്ടറിലെ തെരുവുകളിലൂടെ അങ്ങനെ നടന്ന് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഭക്ഷണങ്ങൾ ഞങ്ങൾ കഴിച്ചു കേട്ടോ. വിയറ്റ്നാമീസ് ഫുഡ് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല, എന്നാലും ചില ഭക്ഷണങ്ങളൊക്കെ, ചില ഐറ്റംസൊക്കെ നല്ല ടേസ്റ്റിയാണ്. വിയറ്റ്നാമിലെ മെയിൻ ആയിട്ടുള്ള 2 ഫുഡ് ഐറ്റംസ്, ഒന്ന് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് രണ്ടാമത് അവിടുത്തെ എഗ് കോഫി. അപ്പോൾ രണ്ടും കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇവരുടെ മെയിനായിട്ട് എല്ലാ ഫുഡ് ഐറ്റംസിലും അവർ പോർക്ക് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് പോർക്ക് ഇഷ്ടമല്ല, പോർക്ക് കഴിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് ഇവരുടെ അടുത്ത് പറയണം. ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം പോർക്ക് വേണ്ടെങ്കിൽ. പിന്നെ അതേപോലെ നമുക്ക് എന്തെങ്കിലും ഫ്ലേവേഴ്സൊക്കെ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യലായിട്ട് തന്നെ അവരുടെ അടുത്ത് പറയണം. അല്ലെങ്കിൽ മാക്സിമം എല്ലാ കാര്യങ്ങളിലും അവർ പോർക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇനി വെജിറ്റേറിയൻ ഫുഡ് കിട്ടാൻ അവിടെ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ചില സ്ഥലത്ത് മാത്രമേ അത് വെജിറ്റേറിയൻ ഫുഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്.
നമ്മൾ ഓൾഡ് ക്വാർട്ടറിന്റെ ഒരു ഒറിജിനൽ രൂപമല്ല ഇപ്പൊ കാണുന്നത്. ഓൾഡ് ക്വാർട്ടറിന്റെ ശരിക്കുള്ള മുഖം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കേറിയ ഒരു സ്ട്രീറ്റ് ആണ്. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയ ആ ഒരു ടൈമിൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു ഓൾഡ് ക്വാർട്ടർ. ഓൾഡ് ക്വാർട്ടറിന്റെ കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഭാഗത്താണ് ഞങ്ങൾ ഇറങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തെ ഒരു സൈഡ് ഉണ്ട്, വളരെ തിരക്കേറിയ ഒരു ഭാഗം. ഇതുപോലെ തന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം, ഇവിടെ പല സ്ഥലത്തും മസാജ് സെന്റേഴ്സ്, അതായത് ഓരോ സ്ഥലത്തും ഇപ്പോൾ ഒരു ചെറിയൊരു ഒരു ലൈനിൽ തന്നെ നമുക്ക് 3-4 മസാജ് സെന്റേഴ്സ് കാണാം. അപ്പൊ അവര് ഓരോ ഇപ്പൊ ഫുൾ ബോഡി മസാജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫുഡ് മസാജ്, ഹെഡ് മസാജ്, സ്പാ, അങ്ങനെ പല പാക്കേജസ് അവിടെ അവര് നമുക്ക് പറഞ്ഞു തരും. സേഫ് ആണ്. പുറത്തിപ്പോൾ നമ്മൾ കണ്ട ഏരിയയിലൊക്കെ സേഫ് ആയിട്ട് തന്നെയാണ്.